നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 133ാമത് വാർഷിക ആഘോഷവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ LSS USS മോഡൽ പരീക്ഷകൾ നടത്തി 1100 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ലാ സമ്മേളനം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 133ാമത് വാർഷികാഘോഷവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെല്ലാം തന്നെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളിൽ യാതൊരുവിധ കുറവുകളും വരുത്താതെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് തുടക്കം കുറിച്ച അതിന് ഇന്ന് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള V ശിവൻകുട്ടി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മക്കളുടെ അറിവ് ഉയർത്തുന്നതിന്, അടിസ്ഥാന സൗകര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്, ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും വളർത്തിയെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം അദ്ദേഹം വായിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ AA അഷ്റഫ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷ്റഫ്, പഞ്ചായത്ത് അംഗങ്ങളായ സാബു പോൾ എടാട്ടുകാരൻ, KV രഘു, ലിസി സേവ്യർ, അമ്പിളി സജീവ്, ഉഷ ബാലൻ, ഷീന ബിജുകുമാർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ LSS USS മോഡൽ പരീക്ഷകൾ നടത്തി. 1100 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെയും സമൂഹത്തെയും വളർത്തിയെടുക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതേറെ ദീർഘിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കൊച്ചുമക്കളുടെ മോഡൽ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറായിട്ട് നിങ്ങൾ മുൻകൂട്ടി നേരത്തെ തന്നെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. ഇതൊരു പ്രാഥമികമായിട്ടുള്ളൊരു ഘട്ടമായിട്ട് നമ്മൾ കാണാം. ഏറെ പഠിക്കാനുണ്ട് നമുക്കെല്ലാം. ജീവിതത്തിലും പഠിക്കാനുണ്ട്, അക്ഷരങ്ങളിലൂടെ പഠിക്കാനുണ്ട്, ലോകത്തറിയാനുണ്ട്. എല്ലാം നമ്മളിലൂടെ കടന്നുപോകും. ജീവിതവും ഒരു പഠനം തന്നെയാണ്. അക്ഷരങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുള്ള രീതികൾ ഉണ്ട്. കാലഘട്ടങ്ങളേറെ മാറിയൊരു സാഹചര്യം കൂടിയുണ്ട്. ലോകം തന്നെ ഒന്നായിട്ട് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ, അമേരിക്കയിലെ കുട്ടികളും നമ്മുടെ കുട്ടികളും തമ്മിൽ ഒരു വ്യത്യസ്തതകളില്ല. നമ്മുടെ ലോകത്തെ മുഴുവൻ സംസ്കാരങ്ങളും ഒരേ സംസ്കാരത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് നമ്മുടെ കുട്ടികൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി M അഖിലേഷ്, CA നസീർ, മോഹൻരാജ് PM, സിംല PC, നൌഷാദ് A, ബാബു PS എന്നിവർ സംസാരിച്ചു. മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS സജീവൻ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നയിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ലാ സമ്മേളനം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രശ്നങ്ങളിലേക്ക് ഒരു മൂലകാരണം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അത് വേറെ നമ്മളുള്ള അധ്യാപകരുടെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 വർഷക്കാലമായി ശമ്പളം കിട്ടാൻ
സമയത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ സർക്കാരിന്റെ കീഴിൽ ഏത് വിഭാഗം ജനങ്ങൾക്കാണ് സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നത് വലിയ ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് എന്ന ഒരു വയോധികൻ ആത്മഹത്യ ചെയ്ത വാർത്ത കുറച്ചു കാലം മുമ്പാണ് നമ്മൾ വായിച്ചത്. ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക വന്ന സമയത്ത് അദ്ദേഹം കളക്ടർക്ക് ഒരു കത്ത് എഴുതി, ഞാൻ കിടപ്പ് രോഗിയാണ്, എൻ്റെ മകൻ കിടപ്പ് രോഗിയാണ്, മരുന്ന് വാങ്ങാൻ പണമില്ല, പെൻഷൻ കിട്ടിയിട്ട് മാസങ്ങളായി, അതുകൊണ്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ എനിക്ക് ജീവിച്ചു പോകാൻ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു വയോധികൻ ഒരു കളക്ടർ, ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ജില്ലാ ഭരണാധികാരികൾക്ക് ഉൾപ്പെടെ സംസ്ഥാനത്തെ ഭരണകൂടത്തിനുൾപ്പെടെ കത്ത് എഴുതി വെച്ചിട്ട് 15 ദിവസം കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു ക്ഷേമ സങ്കല്പത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്ന് എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ യാതൊരു ഉറപ്പുമില്ലാതെ പറയാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെയാണ് വിലക്കയറ്റമില്ല, താങ്കൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ശമ്പളം കൊടുക്കുന്നില്ല, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, നിയമനങ്ങൾ നടത്തുന്നില്ല, പിന്നെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല. നമുക്ക് കഴിഞ്ഞ ഇതിന് മുമ്പ് നടന്ന ബഡ്ജറ്റിലാണ് KPSTA മാള ഉപജില്ലാ പ്രസിഡന്റ് ജെമി ജോസ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ DCC പ്രസിഡന്റ് MJ ജയൻ, പ്രവീൺ M കുമാർ, സാജു ജോർജ്, സുരേഷ് കുമാർ, മുഹമ്മദ് റാഫി, ഷിജി ശങ്കർ, MS സ്മിത, ആംസൺ, വിൽസൺ മാമ്പിള്ളി, സിസ്റ്റർ ഡാലി പോൾ, PS സൂരജ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനും എതിരെ കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കുഴൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ സ്ഥിതി എന്ന് ജനങ്ങളോട് പറയാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ 2 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ധനകാര്യ വകുപ്പ് മന്ത്രി പുറപ്പെടുവിച്ചു. ഒന്ന്, കേരളത്തിൻ്റെ 2024-25 ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരുന്ന പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുക. ഇപ്പം നമ്മൾ ഒരുപിടി ബഡ്ജറ്റുകൾ സഹകരണ സംഘങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റുകൾ എല്ലാ വർഷവും സമയബന്ധിതമായിട്ട് അവതരിപ്പിച്ച് പാസ്സാക്കാറുണ്ട്. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരാറ് സപ്ലിമെൻ്ററി ബഡ്ജറ്റുകൾ അവതരിപ്പിക്കലാണ്. സഹകരണ സ്ഥാപനങ്ങളിലാണെങ്കിൽ സപ്ലിമെൻ്ററി ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ സപ്ലിമെൻ്ററി ബഡ്ജറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളത് ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടി വന്ന കണക്കുകളെ ക്രമപ്പെടുത്തലാണ് സപ്ലിമെൻ്ററി ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതും. അതിനാണ് സപ്ലിമെൻ്ററി ബഡ്ജറ്റ് എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ അവതരിപ്പിച്ചു പറയാറുള്ളത്. സാജു മണവാളൻ അധ്യക്ഷത വഹിച്ചു. സാജൻ കൊടിയൻ, അഡ്വക്കേറ്റ് ജെനീഷ് PS, സന്തോഷ് കുമാർ, സിൽവി സേവ്യർ, ജോജോ AC, ജോയ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, മണ്ഡലം ബൂത്ത് വാർഡ് ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ജനതാ യുവമോർച്ച കൊടുങ്ങല്ലൂർ മേഖല പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വടക്കേ നടയിൽ നടന്ന പ്രതിഷേധ ജ്വാല യുവമോർച്ച ദേശീയ സെക്രട്ടറി P ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു. N ഹരി അധ്യക്ഷത വഹിച്ചു. വിഷ്ണു ശാസ്താവിടം, KS വിദ്യാസാഗർ, ശരത്ത്, അശ്വന്ത് എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കൊടുങ്ങല്ലൂർ മേഖലയിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന മുഴുവൻ നിയമനങ്ങളും വിജിലൻസ് അന്വേഷിക്കുക, താലൂക്ക് ആശുപത്രിയിലെ സെക്രട്ടറിയെയും സൂപ്രണ്ടിനെയും നഗരസഭയിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യുക, മയക്കുമരുന്ന് ലോബിക്ക് തഴച്ചു വളരുന്നതിന് വഴിയൊരുക്കുന്ന എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തെറ്റായ നയങ്ങൾക്കുമെതിരായാണ് ഭാരതീയ ജനതാ യുവമോർച്ച കൊടുങ്ങല്ലൂർ മേഖലയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. കണ്ണിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. നടവരമ്പ് കല്ലംകുന്നിൽ നിന്നും എഴുന്നള്ളിപ്പ്, കുതിരകളി, തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന, തായമ്പക, വിദ്യാഭ്യാസ പുരസ്കാര വിതരണം എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 133ാമത് വാർഷിക ആഘോഷവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ LSS USS മോഡൽ പരീക്ഷകൾ നടത്തി 1100 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ലാ സമ്മേളനം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.